ഗൈസ്, അപ്പം നമ്മളിന്ന് ഓണം ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം ഇതേ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽപ്പുണ്ട്. അപ്പം നമ്മൾ തൃപ്പൂണിത്തറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ആമിക്ക് ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവൾക്കൊരു പട്ടുപാവാടയും ബ്ലൗസും എടുക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിൽ തേടിയുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങളിത് തൃപ്പൂണിത്തറയിലെ കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസിലാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഉള്ളിലോട്ട് കയറി. ആമി തന്നെ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം കൊണ്ട് തന്നെ അതിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഫുൾ അതുവഴി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നടന്നു. അപ്പോൾ ആമിക്ക് പട്ടാടയും ബ്ലൗസും എന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ വേറെ ഡ്രസ്സൊന്നും അവൾക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഓട്ടോ ബഹളമായിരുന്നുകൊണ്ട് പിന്നെ പതിവ് കാര്യം ഫോൺ വെച്ച് കൊടുത്തു. പിന്നെ ഇത് അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു ചായയും അതുപോലെ തന്നെ ഒരു കട്ട്ലറ്റ് കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി. നമുക്ക് പട്ടാടയും ബ്ലൗസും ആ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അടുത്ത കടയിലേക്കുള്ള യാത്രയിലാണ്. അടുത്ത് നമ്മളിത് ശാരദയിലെത്തി. സത്യം പറഞ്ഞാൽ തൃപ്പൂണിത്തറയിലുള്ള പകുതി കടകളിൽ ഞാൻ കയറിയിട്ടുണ്ടാവും. എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടി, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഇല്ല, കാരണം സ്റ്റിച്ച് ചെയ്യിക്കണമായിരുന്നു. അപ്പോൾ ശാരദയിൽ കയറിയിട്ട് ഇതേ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനൊരു സംഭവം ഉള്ളത് ഒരു കണക്കിന് നല്ലതാണ്, പക്ഷെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഭയങ്കര പാടുപെട്ടു അവളെ. അതിൽ കയറിയിട്ട് ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര കാറ് കൂവിയിട്ടൊക്കെയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നത്. അവിടെ കയറി നോക്കിയിട്ടും അവിടെ ആകെ 2-3 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊന്നും എടുത്തില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യിക്കുന്ന കാര്യം അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് സ്റ്റിച്ചിങ്ങിന് 800 രൂപയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. അവിടെ ഒരു കുറേ കടയിൽ കയറിയിട്ട് ലാസ്റ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് കയറി. അവിടെ ഇറങ്ങിയിട്ട് ഇതേ ആമി ഒരു കുഞ്ചിനെ കിട്ടിയിട്ടോ. ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നും 2 ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. വലിയ കളക്ഷനൊന്നുമില്ല, സെയില് ഒക്കെ തീരാറായത് കൊണ്ടായിരിക്കാം, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉള്ളതിൽ നിന്ന് ഒരു 2 എണ്ണം നമ്മൾ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തി. വാങ്ങിയിട്ടുണ്ടായിരുന്ന ഐറ്റംസിൻ്റെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ആമിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. കുറേ ഒരു 5-6 കടയെങ്കിലും ഞാൻ കയറിയിട്ടുണ്ടാവും. 5-6 അല്ല, അതിൽ കട കയറിയെന്ന് തോന്നുന്നു. എല്ലാം നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് കയറിയതിൽ കണ്ടതിലും വെച്ചിട്ട് ഭേദം എന്ന് തോന്നിയ ഒരു ഡ്രസ്സാട്ടോ. അത് ഇതാണ് അതിൻ്റെ ടോപ്പ്. അപ്പോൾ ഒരു സൈഡിലിങ്ങനെ ഒരു ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരിതും പിന്നെ ഒരു സൈഡിൽ വള്ളിയൊക്കെ ആയിട്ടുള്ള ഒരിത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഷേപ്പ് അടിക്കേണ്ടതുണ്ട്. അതാണ്. പിന്നെ ഇതാണ് സ്കേർട്ട് കേട്ടോ. സ്കേർട്ടിൻ്റെ അടിയിൽ അതേ സെയിം മെറ്റീരിയൽ വെച്ചിട്ടൊരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ അതിൽ ഇങ്ങനെ ഒരു ചെറിയ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ആ ഒരു കളർ നല്ലൊരു കളറായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും അല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇതാണ് വാങ്ങിയത്. കാരണം ഒത്തിരി നോക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പോൾ കുഞ്ഞിനൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ പ്രൈസേയും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നഷ്ടമാണ്. അതുകൊണ്ടാണ് കുഞ്ഞിന് സ്റ്റിച്ച് ചെയ്യാത്തത്. അപ്പോൾ അടുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സെറ്റ് സാരി കേട്ടോ. ഇത് നല്ല സെറ്റ് സാരിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പ്രത്യേകത തോന്നി. കാരണം സാധാരണ എപ്പോഴും കാണുന്നത് നോർമലായിട്ടുള്ള സിമ്പിൾ പ്ലെയിനാണ്. പക്ഷേ ഇത് കണ്ടോ, ഒരു കളങ്ങളും ഒരു ചെക്ക് ടൈപ്പ്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം കൃഷ്ണയിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അവിടെ നല്ല കളക്ഷൻ, സെറ്റ് സാരിയുടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വേറൊരു സെറ്റ് സാരിയും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്തില്ല, ഇതെടുത്തു. പിന്നെ അതിനുള്ള അണ്ടർ സ്കേർട്ടും എടുത്തു. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ ഒരു ജീൻസാണ് കേട്ടോ. ഒരു ആഷ് കളർ ജീൻസ് അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരുപോലെ എലാസ്റ്റിക് ഒക്കെ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ജീൻസാണ് കേട്ടോ. അപ്പോൾ അതാണ്. അതിൻ്റെ കൂടെ ബെൽറ്റ് കൂടി വരുന്നുണ്ട്. അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുത്തത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണിത്. സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ആകെ 2 ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് തന്നെ ഇത് ബ്ലാക്ക് കളർ ടീഷർട്ട്. ഇത് 149 ആയിട്ടുള്ളൂ. നല്ല ടീഷർട്ടാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട് കേട്ടോ, ബ്ലാക്ക്. പിന്നെ ഇതാണ് വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. പക്ഷേ ഇതിന് 149 ആണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ അത്രയ്ക്കും കട്ടിയുള്ള മെറ്റീരിയൽ ബ്ലാക്കാണ് കേട്ടോ ഒന്നുകൂടി നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതാണ് രണ്ടുമാണ് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കൂടുതലൊന്നും സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ ഇല്ലായിരുന്നു. ആകെ 2-3 എണ്ണമൊക്കെ എല്ലാം തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ദിവസം ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.